ഹായ് ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഒരുപാട് നാളായി ഒരു വ്ളോഗ് പോലും ഇട്ടിട്ട്. ഒന്നിനും ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടുന്നില്ല. പിന്നെ തിരക്കാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് പിന്നെ അച്ഛനെ ട്യൂഷന് കൊണ്ടുവരണം, അങ്ങനെ ഫുള്ള് ഓട്ടമാണ്. അപ്പോഴത്തേക്ക് ഒന്നും സമയം കിട്ടുന്നില്ല ഒരു വ്ളോഗ് ഇടാനും ഒന്നും. അപ്പം ഇന്നും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ചുമ്മാ ഷോപ്പിങ്ങിന് പോയ വീഡിയോ ഒക്കെ ഉള്ളു, അതല്ലാതെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. എങ്കിലും 4-3-7 പേരെ കാണുന്നെങ്കിൽ അവരുടെ സപ്പോർട്ടെങ്കിലും ഉണ്ടല്ലോ, അവരെ കാണിക്കാൻ വേണ്ടിയെങ്കിലും വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുമെങ്കിൽ അവരൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അപ്പം നമ്മുടെ ചാനലിൻ്റെ പേര് ബി വ്ളോഗ്സ് എന്നാണ്. പിന്നെന്തുവാ, വേറൊന്നുമില്ല. എങ്കിൽ ചുമ്മാ നിങ്ങൾ ബോറടിക്കാതിരുന്ന് എൻ്റെ വ്ളോഗ് കാണുക കേട്ടോ. ഓക്കെ, താങ്ക് യു. രാവിലെ പയറരിയുവാണേ. 5:15 സമയം, അതുകൊണ്ട് എല്ലാവരും ഉറക്കാണ്. ഒന്നും ആയില്ല. ചോറെടുപ്പയിൽ, പിന്നെ കടല വേവിച്ചു, പയർ തോരൻ വയ്ക്കണം, അവിയൽ വയ്ക്കണം, കുറച്ച് പണിയുണ്ട്. ഇത് ബിഗ് ബസാറിൽ പോകുന്ന വഴിയാണ്. അപ്പം പോയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു മിനിസോയിലാണ് കയറിയത്. അതിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ബാറ്റയിൽ കയറിയിരുന്നു. ബാറ്റയിൽ ഭയങ്കര ഓഫറായിരുന്നു, 50% ഓഫറായിരുന്നു. അങ്ങനെ 2-3 ഷൂ എടുത്തു, ബിജോണിൻ്റെ ചെരുപ്പൊക്കെ എടുത്തു, അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ വന്ന് ബിഗ് ബസാറിൽ കയറി. ഭവിക്കേണ്ട കേക്കിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അപ്പോൾ അവളത് തപ്പി നടക്കുവാണ്. പിന്നെ നമ്മൾ ടിൻ ഫിഷ് തപ്പിയെന്ന്, പക്ഷേ ഇവിടെ അങ്ങുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ലുലുവിലൊക്കെ കിട്ടത്തുള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് കോട്ടയത്തിൽ ലുലു ഇല്ലാത്തതുകൊണ്ട് അത് കിട്ടത്തില്ല. പിന്നെ ഡേറ്റ്സ് ഒക്കെ കുറച്ച് വാങ്ങിച്ചു. ഇതാണ് മിനിസോയിലെ കണ്ടു, അടിപൊളി ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഭവിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അവിടുന്ന് അവൾ കുറേ പെറുക്കി, പക്ഷേ നല്ല റേറ്റാണ്. ചെറിയൊരു ബാൻഡിന് പോലും 250, 300, 350 രൂപയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു ചെറിയൊരു കുപ്പി മേടിച്ച്, പാലും കുപ്പി പോലത്തെ. ഞാനിപ്പം പറയുന്നത് നിപ്പിളുണ്ടായിരുന്നെങ്കിൽ നിനക്ക് കുടിക്കാമായിരുന്നെന്ന്, അതുപോലത്തെ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അൽമറയുടെ ജ്യൂസ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷേ കുടിച്ച് നോക്കിയപ്പം നമ്മുടെ ഗൾഫിലെ ആ ജ്യൂസിൻ്റെ ഒരു ടേസ്റ്റും ഇല്ല, പക്ഷേ ഒരു നൊസ്റ്റും ആയിരുന്നേ ഇത്. അപ്പം ഗൈസ്, ഞങ്ങൾ പോയിട്ട് കേട്ടോ. ബൈ. സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയപ്പോഴേ 2 പേരും മഴയായതുകൊണ്ട് ചാടി കാറിനകത്ത് കയറി. അപ്പം പിന്നെ ഗേറ്റ് അടയ്ക്കുന്ന ഡ്യൂട്ടി എനിക്ക് വന്നത്. സാധാരണ ഭവ്യയ്ക്കാണ് എന്നും ഗേറ്റ് അടയ്ക്കാനും തുറക്കാനുള്ള ഡ്യൂട്ടി വരുന്നത്. അച്ചു അടയ്ക്കത്തുമില്ല, തുറക്കത്തുമില്ല, ഭയങ്കര മടിയനാണേ. അങ്ങനെ ഞാൻ അടയ്ക്കുന്നത് ഭവ്യ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്കൊരു സന്തോഷം ഞാൻ അടയ്ക്കുന്നത് കണ്ടപ്പോഴത്തേക്ക്. അങ്ങനെ നമ്മൾ പോവുകയാണ്. നമ്മൾ പോയി പകുതി ആകുന്നതിന് മുമ്പ് ഭയങ്കര മഴയായിരുന്നു. കോട്ടയൊക്കെ എത്തിയപ്പോഴത്തേക്കും നല്ല മഴ. നമ്മൾ ടിക്കറ്റ് എടുക്കാതെയാണ് പോകുന്നത്. നമുക്ക് ടിക്കറ്റ് കിട്ടുമോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മുടെ വിചാരം നല്ല അടിപൊളി പടമായിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ പോയത്. ഭയങ്കര കോമഡിയാണ്, എന്തായാലും ചിരിക്കാമല്ലോ എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ പോയത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് കോട്ടയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല ഭയങ്കര മഴയായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ ചെന്നു, കാരണം ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലോ നമ്മൾ നേരത്തെ ചെന്നു. ഏതായാലും ഭാഗ്യത്തിന് ടിക്കറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്യാഞ്ഞതാണ്. നമുക്ക് ബുക്ക് ചെയ്യാതെ പോയാൽ ചിലപ്പോൾ കിട്ടും. നമ്മൾ ഓൺലൈനിൽ നോക്കിയപ്പോഴത്തേക്ക് കുറേ സീറ്റൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ ചെന്നു, കുറച്ച് ക്യൂ നിൽക്കേണ്ട വന്നു. ക്യൂ നിന്ന് ടിക്കറ്റും എടുത്തു. എനിക്കൊന്ന് 8:45 തുടങ്ങേണ്ട തുടങ്ങേണ്ടതല്ലേ സിനിമ. അപ്പം ഞങ്ങൾ 8 മണി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നു. അങ്ങനെ തിയേറ്ററിനകത്ത് ഞങ്ങളെല്ലാം കയറിയിരുന്ന് അപ്പം മുതലേ കുറിക്കാൻ തുടങ്ങി. ചോളമൊക്കെ മേടിച്ച് ആദ്യം തന്നെ കുറേ തിന്നു. അതിനുശേഷം സിനിമ തുടങ്ങിയപ്പോൾ പിന്നെ ഒന്നും തിന്നാനില്ല, അങ്ങനത്തെ അവസ്ഥ. പക്ഷേ ഞാൻ എപ്പോഴും ആലോചിക്കും നമുക്ക് അവിടുത്തെ ലൈഫായിരുന്നു, സൗദിയിലെ ലൈഫായിരുന്നു നല്ലതെന്ന്. പക്ഷേ ഒരു കണക്കിന് കുറച്ച് കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവിടുത്തെ ലൈഫാണ് നല്ലത്, കുറച്ച് കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നാട്ടിലെ ലൈഫ് തന്നെയാണ്. കാരണം അന്നൊന്നും നമുക്ക് സൗദിയിൽ തിയേറ്ററൊന്നുമില്ല, ഇപ്പോഴല്ലേ തിയേറ്ററൊക്കെ ആയത്. അപ്പോൾ ഇതുപോലെ സിനിമ കാണണമെങ്കിൽ ഇപ്പോൾ നമുക്ക് പുതിയൊരു പടം വരുമ്പോഴേ നമ്മൾ ഓടിപ്പോകും സിനിമ കാണാൻ വേണ്ടി. അതേസമയം സൗദിയിലായിരുന്നപ്പോൾ അങ്ങനെ ഒരു സംഭവം നമുക്ക് നടക്കത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിലും അന്നൊക്കെ നമുക്ക് അവിടെ അപായം ഇടണമായിരുന്നു, അപായം പർദ്ദ ഇടണമായിരുന്നു. പക്ഷേ അതേസമയം ഇപ്പോൾ അവിടെ അതൊന്നുമില്ല. ഞങ്ങൾ പോകുന്നത് പിന്നെ അവിടെ നല്ല ഇതായി മാറി. പിന്നെ സിനിമയുടെ കാര്യം പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സിനിമ. ഹായ് ഗൈസ്, അപ്പോൾ അതിൻ്റെ റിവ്യൂ കൂടെ ഒന്ന് പറഞ്ഞേക്കെ. എൻ്റെ അഭിപ്രായം കേട്ടോ, മറ്റുള്ളവരുടെ അഭിപ്രായമല്ല, എൻ്റെ അഭിപ്രായം.
ഭയങ്കര നല്ല പടമാണ്, ഭയങ്കര കോമഡിയാണെന്നൊക്കെ ഓർത്താണ് നമ്മൾ കാണാൻ പോയത്. പക്ഷെ അത്രയ്ക്ക് ചിരിക്കാനൊന്നുമില്ല, അത്യാവശ്യം ചിരിക്കാനുണ്ട്. നല്ലത്. പൃഥ്വിരാജൊക്കെ ഇങ്ങനെ അഭിനയിക്കുമെന്ന് ഞാൻ ഓർത്തതേ ഇല്ല കേട്ടോ. കാരണം പൃഥ്വിരാജിനെയൊക്കെ പറ്റി നമുക്ക് ഭയങ്കര ഒരു ഇതല്ലേ വന്നു. പക്ഷേ ഈ പടത്തോടുകൂടി എനിക്ക് ആ ഒരു ഇത് മാർക്ക് കിട്ടി. എൻ്റെ മാത്രം അഭിപ്രായമാണ്, ഞാൻ വേറെ ആരുടെ അഭിപ്രായമല്ല പറഞ്ഞത്. പക്ഷേ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ചുമ്മാ കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ശരി, എന്നാൽ അടുത്ത വ്ളോഗിൽ എന്നേലും കാണാം.